ഹലോ, വെൽക്കം ബാക്ക് ടു കുഞ്ചൂസ് ഫൺ ഫാമിലി. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ടത് നമ്മൾ ഇന്ന് 1K ബിരിയാണി അനുവേട്ടനാണെങ്കിൽ അതുകൊണ്ട് വീഡിയോയ്ക്ക് അതിൻ്റേതായ ചെറിയ കുഴപ്പങ്ങളുണ്ടാകും, നിങ്ങൾ ക്ഷമിക്കാം. ഇതെൻ്റെ സൽപുത്രി കേട്ടോ. നമുക്കിനി ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം എന്തൊക്കെ എങ്ങനെയൊക്കെ എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ബിരിയാണി ഇരിക്കുന്ന ബക്കറ്റ്, അതുകൊണ്ടായിരിക്കും ഇതിനെ ബക്കറ്റ് ബിരിയാണി വിളിക്കുന്നത്. ഇത് പപ്പടം മൊത്തം പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഇത് അച്ചാറാണെന്നാണ്, അച്ചാറാണ്. അടുത്ത ഇത് സാലഡ്, പലയിടത്തും പല പേരാണ്, എന്നാൽ ഞാൻ സാലഡ് എന്നാണ് പറയുന്നത്. വെറുതെ എന്തിനാ അതിൻ്റെ ഒരു റെസ്പെക്റ്റ് കളയുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചെടുത്ത് വെക്കാം. മനുവേട്ടൻ കുളിക്കാൻ പോയിട്ട് മണിക്കൂറൊന്നായിട്ട് മനുവേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുക. എനിക്ക് വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണത്തില്ല, വിശന്നിട്ടല്ല കൈസ്, കൊതി കാരണം എനിക്ക് കണ്ണ് കാണുന്നില്ല. ഇനി എന്ത് ചെയ്യും ദാസാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആടി നിൽക്കുമ്പോഴാണ് വേറൊരാടെ എൻട്രി. ഇങ്ങനെ വന്ന് നിൽക്കുന്നെങ്കിലും അവിടെ നിന്നുകൊണ്ടൊരു കാര്യം സാധിച്ചു ഗൈസ്, നാറ്റിച്ചു, അവിടെ മൊത്തം നശിപ്പിച്ചു. ഒരു ക്യൂട്ട് ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചതുണ്ടോ? ഭയങ്കര ചിരിയാണ്, ആക്കങ്ങ് നാണം വരെ വന്നു പോയി. അപ്പോഴുണ്ട് മനുവേട്ടൻ വന്ന് പിന്നെ ഒന്നും നോക്കിയില്ല, ചാടി എഴുന്നേറ്റ് പോയി എല്ലാവർക്കും വേണ്ടി വിളമ്പി. അടിപൊളി മണമായിരുന്നു കേട്ടോ, നല്ല മണമായിരുന്നു ഗൈസ്. ഇതെനിക്ക്, ഇത് കുഞ്ഞിക്ക്, ഇത് തനൂന്, ഇത് അമ്മയ്ക്ക്, ഇത് മനുവേട്ടന്. അച്ഛൻ വന്നില്ല കേട്ടോ, ഞങ്ങൾ കഴിക്കാൻ സമയമായപ്പോഴത്തേക്കിന് അച്ഛൻ വന്നില്ല. അച്ഛൻ ഒത്തിരി താമസിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ തിന്നാൻ പോവുകയാണ്. തിന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. മണം അടിപൊളിയായിരുന്നു കേട്ടോ. തനുവിനോട് ഞാൻ അഭിപ്രായം ചോദിച്ചു, തനു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും തനുവിന് ഭയങ്കര ജാട, വേറെ ഒന്നുമല്ല വീഡിയോ ഒക്കെ എടുക്കുമല്ലോ. പക്ഷെ ആ കുഞ്ഞിക്ക് അങ്ങനെയുള്ള ജാട ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. കുഞ്ഞി എപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ ഇരുന്ന് കഴിക്കുന്നത്. ഇനി ചോറായാലും എന്തായാലും അങ്ങനെ തന്നെ അവൾ ഇരുന്ന് കഴിക്കുന്നത്. അപ്പം ഞാൻ, അമ്മ, തനു, കുഞ്ഞി, മനുവേട്ടൻ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കുകയാണ്. കുഞ്ഞിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, തനുവിന് ഇഷ്ടപ്പെട്ടു. അവൾക്ക് ഭയങ്കര നാണം, അവൾക്ക് പറയാൻ വയ്യെന്ന്. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടോ വാ നിറച്ച് ആസ്വദിച്ച് കഴിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു, കുറ്റം പറയാൻ പറ്റത്തില്ല, അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കിസ്മത്ത് ബിരിയാണി കഴിക്കുന്നത്, അതായത് ബക്കറ്റ് ബിരിയാണി ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. അമ്മ ഓടി നടന്നങ്ങ് കഴിക്കും കേട്ടോ. അവസാനമുണ്ട് തനു പറഞ്ഞു, അമ്മ എൻ്റെ വീഡിയോ എടുക്ക്, ഞാൻ തിന്നുന്ന വീഡിയോ എടുക്ക്, എല്ലാ ജാടെ കഴിച്ചു. പക്ഷേ പുള്ളിക്കാരൻ്റെ വായിലോട്ടെല്ലാം കൂടെ പോയില്ല, ജാമായിട്ടിരുന്നത് പോലുണ്ട്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, വെളിയിലോട്ട് തുപ്പാനും പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി. കുഞ്ഞിയുടെ അവസ്ഥ ഇതാണ്. കുഞ്ഞ് കൊള്ളാവോ ബിരിയാണി? കൊള്ളാവോ? സൂപ്പറാന്നോ? ആന്നോ? പെട്ടെന്ന് കാണിക്ക്. കുഞ്ഞിക്കാണെങ്കിൽ ആകപ്പാട് കൺഫ്യൂഷനായി. കയ്യിലിരിക്കുന്ന മുട്ട തിന്നണോ, പ്ലേറ്റിലിരിക്കുന്ന ചോറ് തിന്നണോ, എന്നിട്ട് എല്ലാവരും ചുറ്റുപാടും നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഗൈസ് ഒന്നും പറയാനില്ല, അടിപൊളി ബിരിയാണിയാണ്, നിങ്ങളും ട്രൈ ചെയ്യണം. വയറ് നിറഞ്ഞ് പൊട്ടാറായിരിക്കുക. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സൂപ്പർ ബിരിയാണി കേട്ടോ. ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു.